السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي خلق الإنسان في أحسن تقويم وجعل الشباب زينة الحياة وعماد الأمم والصلاة والسلام على محمد بن عبد الله القائل اغتنم خمسا قبل خمس شبابك قبل هرمك. اللهم صل وسلم وبارك على نبينا محمد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ചര്യയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പാലിക്കണമെന്ന് വളരെ ഗൗരവതരമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖും ആഫിയത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് യുവത്വമാണ്. അത് ഏതൊരു നാടിൻ്റെയും വലിയ ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിമതമായ ഇസ്ലാം യുവാക്കളെയും യുവത്വത്തെയും ഏറെ പരിഗണിച്ച മതമാണ്. സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിർമ്മാണാത്മകമായ നിലനിൽപ്പിന് യുവത്വം സജീവമാവുക എന്നത് അനിവാര്യമാണ്. മാനസികവും ശാരീരികവുമായ യുവത്വമുണ്ട്. ശാരീരിക ശക്തി ആരോഗ്യത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലുമൊക്കെ പ്രകടമാകുമ്പോൾ മാനസിക ശക്തി എന്ന് പറയുന്നത് മാർഗദർശനത്തിലും നല്ല ചിന്താഗതിയിലും യുക്തിസഹവും നേർവഴികൾ നടത്തുന്നതുമായ ബുദ്ധിയിലുമാണത് പ്രതിഫലിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ തെറ്റായ ആശയങ്ങളെ നിരാകരിക്കണം, തീവ്രമായ സംസ്കാരങ്ങളെ തള്ളിക്കളയുകയും ചെയ്യണം. നോക്കൂ, നിങ്ങൾ ചരിത്രത്തിലേറെ പ്രസക്തമായ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ അസ്ഹാബുൽ കഹഫ്, ഗുഹാവാസികളായ ആളുകൾ, അവർക്ക് ബാഹ്യമായ ഏറെ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. രാജാവിൻ്റെ, ഭരണകൂടത്തിൻ്റെ, നാട്ടുകാരുടെ ഒക്കെ വളരെ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിച്ചുകൊണ്ട് ആദർശത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യബോധത്തിൽ അവർ ഉറച്ചു നിന്നു എന്നത് അടിവരയിട്ട് വായിക്കേണ്ടതാണ്. ഖുർആൻ അതാ പറയുന്നത്, സൂറത്തുൽ കഹ്ഫിൽ ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറഞ്ഞാൽ അവര് ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം എന്നാണ്. തങ്ങളുടെ റബ്ബിന്റെ വിഷയത്തിൽ വിശ്വസിച്ച, ബോധ്യത്തോടുകൂടി വിശ്വസിച്ച ഒരു കൂട്ടം യുവാക്കളാണ് അവര്. അപ്പൊ അവര് ചെയ്യേണ്ടത് അവർ ചെയ്തു. മറുഭാഗത്ത് അവരുടെ റബ്ബ് ചെയ്യേണ്ട കാര്യം റബ്ബ് ചെയ്യാണ്. വസിദ്നാഹും ഹുദാ, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം ആഴത്തിൽ വേരൂന്നി അത് ബോധ്യമായി വളർന്ന് അത് ജീവിതത്തിൽ ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജയിച്ചുകൊണ്ട് നിലനിർത്താൻ ഈ യുവത്വം തയ്യാറായപ്പോൾ അവരുടെ റബ്ബായ അള്ളാഹു എന്ത് ചെയ്തു? വസിദ്നാഹും ഹുദാ, അവരുടെ വഴികൾ നേർവഴിയാക്കി പടച്ചോൻ നീട്ടി വിശാലമാക്കി കൊടുത്തു എന്നുള്ളതാണ്. ആഴത്തിൽ ആലോചിക്കേണ്ട വലിയൊരു ഭാഗമാണത്. SESRIC എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ലോകത്ത്, സ്റ്റാറ്റിസ്റ്റിക്കൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ഇസ്ലാമിക് കൺട്രീസ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അവർ പുറത്തിറക്കിയ 2022 പുറത്തിറക്കിയ ഇസ്ലാമിക് സഹകരണ സംഘടനയിലെ യുവജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നൊരു റിപ്പോർട്ടുണ്ട്. അതിൽ ലോകത്തിലെ 65% മുസ്ലിം യുവജനങ്ങൾ വിശ്വാസമാണ് പ്രതിസന്ധികൾ നേരിടാനുള്ള അവരുടെ ശക്തിയുടെ അടിസ്ഥാനം എന്ന് കരുതുന്നു എന്ന വലിയൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദർശ യുവത്വത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് തങ്ങളുടെ റബ്ബിൽ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം, അതായത് ഫെയ്ത്ത്, റിലീജിയൻ ആവുക എന്നതാണ്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുല്ലാഹ് അല്ലെങ്കിൽ ദില്ലുഹു, അള്ളാഹുവിൻ്റെ തണലല്ല, അള്ളാഹുവിൻ്റെ അറശിൻ്റെ തണലല്ലാത്ത ഒരു തണലും ഒരു വ്യക്തിക്കും ലഭിക്കാത്ത ദിവസം അള്ളാഹ് തണൽ നൽകുന്ന 7 വിഭാഗത്തിൽ ഒന്നായിട്ട് അള്ളാഹ് എടുത്തു പറഞ്ഞതിൽ വളരെ സുന്ദരമായൊരു ഭാഗമാണ് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധനയിൽ. അതിൽ ഒന്നും കൂടെ അടിവരട്ട് പറഞ്ഞാൽ
അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുവാൻ തൻ്റെ ജീവിതത്തെ, പ്രത്യേകിച്ചും ഈ യൗവന കാലഘട്ടത്തെ അള്ളാഹുവിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ തയ്യാറായ യുവാവ് എന്നതാണ്. പലപ്പോഴും ഈ യുവത്വ കാലഘട്ടത്തിൽ സെലിബ്രിറ്റികളുടെ ഫാനാവുക എന്നത് വലിയൊരു സാധ്യതയാണല്ലോ. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളുടെ ഫാനാവുകയും അവർ മുടിവെട്ടണ പോലെ മുടിവെട്ടുക, അവർ താടി ഷേപ്പ് ചെയ്യണ പോലെ ഷേപ്പ് ചെയ്യുക, അവർ വസ്ത്രം ധരിക്കണ പോലെ വസ്ത്രം ധരിക്കുക, അവർ സംസാരിക്കുന്ന പോലെ ആ ഒരു ആക്സെൻറ്റിൽ ആ ഒരു സംസാരം സംസാരിക്കുക, അവരുടേതായ ഒരുപാട് അങ്ങനെ പല കാര്യങ്ങളും, എനിക്ക് അയാളെ പോലെ ആവുക, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ആളെ, എൻ്റെ വലിയ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ, അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്യാൻ കഴിഞ്ഞാലൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ സാഫല്യം നേടിയെന്നൊക്കെ വിചാരിക്കുന്ന ഒരു പ്രായം കൂടെയാണ് യൗവനം എന്ന് പറഞ്ഞാൽ. എന്നാൽ ആ യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഏറെ ശ്രദ്ധിക്കുന്ന, സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് പരലോകത്തിൽ എടുത്തു പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരത്തെ നമ്മൾ തീർച്ചയായിട്ടും ഗൗരവതരമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, പ്രത്യേകിച്ചും യുവാക്കൾ സമയകാര്യങ്ങൾ പലപ്പോഴും അവരിങ്ങനെ സമയത്ത് വേസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം യുവാക്കളുണ്ട്. എന്നാൽ ഇസ്ലാം ആ വിഷയത്തെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എടുത്തു പറഞ്ഞത് സൂറത്തുൽ അസ്റിലാണ്. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേറൊരു ആംഗിളിൽ വായിച്ചാൽ, മനുഷ്യന്മാരുടെ ഏറ്റവും പ്രസക്തമായ കാലം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 18-നും 40-നും ഇടയിൽ ഉള്ള ഈ യൗവന കാലഘട്ടമാണ്. ഈ യൗവന കാലഘട്ടം എന്നതിനെ തൊട്ട് അള്ളാഹു സത്യം ചെയ്യുകയാണെന്ന് ഒന്നുകൂടെ നമുക്ക് ആഴത്തിൽ വായിക്കുകയാണെങ്കിൽ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ആ പ്രായത്തെ, ആ കാലഘട്ടത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്താത്ത, കോൺസ്ട്രക്റ്റീവായിട്ട് നിർമ്മാണാത്മകമായി പ്രയോജനപ്പെടുത്താത്ത ആളുകൾ നഷ്ടക്കാരാണ്. ഇല്ലല്ലദീന ആമനു, നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വിശ്വാസമാണ് അവരെ ഇതിനുള്ള മോട്ടീവായിട്ട് വരുന്നത്. ഈ നിർമ്മാണാത്മകമായ തൻ്റെ സൊസൈറ്റിയോട്, താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാകാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ഒരു വലിയ നന്മയുടെ ചോദനയാണെങ്കിൽ അമിലു സ്വാലിഹാത്ത്, അതിനെ ഉൾച്ചേർന്ന് വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായി വരുന്ന സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ. ഇതിനു ശേഷം പറഞ്ഞത് തവാസൗ ബിൽ ഹഖി തവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ എന്നതാണ്. എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ രണ്ടു പ്രസക്തമായ കാര്യങ്ങൾ സംഭവിക്കാൻ ഒരു വലിയ സാധ്യതയുള്ളതും എന്നാൽ സാധ്യത കുറഞ്ഞതും 50-50 പറയാവുന്നൊരു പ്രായമാണ് യൗവനം എന്ന് പറഞ്ഞാൽ. സത്യം പറയാൻ ഒരുപക്ഷെ തങ്ങളുടെ ഭൗതികമായ വിജയങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി സത്യത്തെ, പ്രത്യേകിച്ചും ഈ ഒരു നമ്മൾ പറയും സത്യാനന്തര കാലം എന്ന് പറയുന്ന പോസ്റ്റ് ട്രൂത്ത് ഏജിന്റെ ഒരു കാലത്തായതുകൊണ്ട് തന്നെ അതിന് സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയെ ഖുർആൻ ഇവിടെ വളരെ അടിവരയിട്ടുകൊണ്ട് പറയാണ്. അവർ പരസ്പരം സത്യത്തെയാണ് അവർ ആ നിലക്ക് ഉപദേശിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് വത്തവാസൗ ബിസ്സബ്ർ, ഈ പ്രായം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനും സഹിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കുറച്ചും കൂടെ പ്രയാസമുള്ളൊരു പ്രായമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ, ഒന്നും കൂടെ ആഴത്തിൽ വായിക്കുമ്പോൾ, ആ പ്രായത്തെ കൂടെ നമ്മൾ ഈ ഒരു അധ്യായത്തിനെ നമ്മൾ അടിവരയിട്ട് ഏഡ് ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ ഭാഗം ചേർത്ത് പറഞ്ഞത്. മറ്റൊന്ന് എന്താണെന്നറിയോ, ഈ വിശ്വാസികളെ ഈ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടമാണല്ലോ. നോക്കൂ നിങ്ങൾ, റിലീജിയൻസ് എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഡിജിറ്റൽ യൂത്ത് ആൻഡ് റിലീജിയൻ എന്നൊരു പഠനം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു പ്രസക്തമായ കാര്യത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: മതപരമായ കാര്യങ്ങൾ പഠിക്കാനും സമയം ക്രമീകരിക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മുസ്ലിം യുവാക്കൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് 40% കൂടുതലായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത കാണിക്കുന്നു എന്നതാണ്. എന്തൊരു വലിയ സന്തോഷമുള്ള ഒരു പഠനമാണെന്ന് നോക്കൂ. ആധുനിക സാങ്കേതിക വിദ്യയെ ഏറ്റവും ശരിയായ രീതിയിലാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല, ഇവരുടേതായ റെനൈസൻസിന്, നവോത്ഥാനത്തിന്, ഇസ്ലാഹിന്, നേരത്തെ നമ്മൾ വിഷയത്തിൽ പറഞ്ഞ ആ ഒരു ഇസ്ലാഹ് ഉണ്ടല്ലോ, ആ ഒരു റെനൈസൻസ്, നവോത്ഥാനത്തിന്, സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ് അവരവരുടെ ഇത്തരം ഈ ഉൽപാദനക്ഷമതയെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതും നമ്മളേറെ ശ്രദ്ധേയമായിട്ട് ചിന്തിപ്പിക്കേണ്ട ഭാഗമാണ്. മറ്റൊന്ന്, ഈ പ്രായത്തിൽ പൊതുവെ വരുന്നൊരു വലിയ വിഷയമാണ് നിരാശ എന്ന് പറയുന്നത്. വിചാരിച്ച പോലെ കാര്യങ്ങൾ നേടാതെ, നടക്കാതെ
ആവാതെയൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊരു ഡെസ്പായി പോവാന്നുള്ളൊരു സാധ്യത കൂടുതലല്ലേ? അവിടെയാണ് ഖുർആൻ പറയുന്നത് വലാത്തൈ അസുമിർ റൗഹില്ല, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഇന്നഹു ലാ യയസ് മിൻ റൗഹില്ല ഇല്ലൽ ഖൗമിൽ കാഫിർ, അള്ളാഹിനെ കുറിച്ചിട്ട് വിശ്വാസമില്ലാത്ത നിഷേധികളായ ആളുകൾക്ക് മാത്രമേ അള്ളാഹിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും ഒക്കെ നിരാശപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ്. ആദർശ യുവാക്കള് ഈ പറഞ്ഞ രൂപത്തിൽ നിരാശക്ക് കീഴ്പ്പെടുകയില്ല എന്നുള്ള ഒരു പഠനം കൂടെ ചേർത്ത് പറയാണ്. ദ മുസ്ലിം 500 എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് 2022 വന്ന റിപ്പോർട്ടിൽ മുസ്ലിം യുവാക്കളുടെ ആക്രമണോത്സുകതക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഒരു റോൾ വളരെ ഗൗരവതരമായ ആ പഠനം എടുത്തു പറയുന്നുണ്ട് റിപ്പോർട്ട്. മറ്റൊന്ന്, ലോകത്തിലെ മുസ്ലിം യുവജനങ്ങൾ നടത്തുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതിൽ 70% ഇസ്ലാമിക മൂല്യങ്ങളിലൂടെ അവർ നൽകുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷയും ഒരു വലിയ സാധ്യതയുമാണ്. ഒരുപാട് സ്വപ്നങ്ങളുടെ സാധ്യത, ഒരുപാട് മിഷനുകളൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ള വലിയൊരു സാധ്യതയുടെ പ്രതീക്ഷയുടെ ഒരു രൂപം കൂടെ അവർ നൽകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ശരി, ഇനി ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെ എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെയുള്ള ഈ സാധ്യതകളൊക്കെ എങ്ങനെ നേടാൻ കഴിയും യുവാക്കൾക്ക് എന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടത് എന്താണെന്നറിയോ, വലൗ ഹദഫിൻ വാലിഹ് എന്നാണ്. പലപ്പോഴും സംഭവിക്കുന്നത് തൻ്റെ ഭാവിയെക്കുറിച്ച്, തങ്ങളുടെ ആ ഒരു പുതിയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയും സ്വപ്നവും പ്രതീക്ഷയും ആഗ്രഹവും ഇഷ്ടവും ഒന്നും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വിഷൻ ക്ലിയർ ആവില്ല. അതാണ് ക്ലാരിറ്റി ഓഫ് വിഷൻ എന്നാണ് നമ്മളതിനെക്കുറിച്ച് പറയാം. ആ ഒരു പുതിയ കാലത്തെക്കുറിച്ച് താൻ മുന്നോട്ട് നോക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധ്യം എന്നത്. നോക്കൂ നിങ്ങൾ, അതിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും സംഘടനകളിൽ വർക്ക് ചെയ്യുക എന്നത് എന്തിനാ? ആ സംഘടനയിൽ വർക്ക് ചെയ്യുന്നത് തനിക്ക് വേണമെങ്കിൽ വ്യക്തിയായി ജീവിച്ച് അവസാനിപ്പിക്കാമല്ലോ. പക്ഷേ തൻ്റെ ചുറ്റുമുള്ള സമൂഹത്തോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്ത ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നന്മയും കൂടെ തൻ്റെ ഉത്തരവാദിത്തമാണ്, അവരുടെ ഒരു ക്ഷേമം കൂടെ തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു ഭാഗമാണത്. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന ലില്ലാഹി മലക്കൻ യുനാദി, അള്ളാഹുവിന് ഒരു മലക്കുണ്ട്, അതിങ്ങനെ വിളിച്ചു പറയുന്നത് യാ അബ്നാ അൽ അശ്രീന ജദ്ദു വജ്തഹിദു. ഈ ഷിരീൻ, ഈ 20ന്റെ ആളുകൾ, പ്രത്യേകിച്ചും യൗവനത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണല്ലോ ഈ 20കൾ എന്ന് പറയുന്നത്. ആ 20കളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പരിശ്രമിക്കൂ, നിങ്ങൾ അധ്വാനിക്കൂ, കൂടുതൽ ശ്രദ്ധിക്കൂ എന്ന് പറയണം. നോക്കൂ നിങ്ങൾ, അതുപോലെ ISPU എന്ന് പറഞ്ഞ സംഘടന ലോകത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ പോളിസി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, 2023 ഒരു പഠനമുണ്ട്. അക്കാദമിക വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും സംയോജിപ്പിക്കുന്ന പാശ്ചാത്യ മുസ്ലിം യുവാക്കള് ജോലി വിപണി, അവരുടെ ഈ ഒരു ലേബർ മാർക്കറ്റിൽ 30% കൂടുതലായിട്ട് അവരുടെ ഒരു പെർഫോമൻസ് വളരെ ഉയരത്തിൽ 30% സാധാരണത്തെക്കാൾ കൂടുതൽ അവർ കാണിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അതിനൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു മോട്ടീവ് അവരിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ ചുറ്റുമുള്ള, അതായത് അവരുടെ ഭൗതികമായ ഏതെങ്കിലും വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല അവർ ഈ പറഞ്ഞ രൂപത്തിൽ ജോലി ചെയ്യുന്നത്, മറിച്ച് ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടെ ആയിട്ട് അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. മഹാനായ അലി ബിൻ അബീ ത്വാലിബ് ഒരു വചനമുണ്ട്, മല്ലം യജ്ഹദ് നഫ്സഹു ഫി സിഗ്രിഹി ലൻ യംബുൽ ഫി കിബ്രിഹി എന്നാണ്. ചെറുപ്പത്തിൽ സ്വയം പരിശ്രമിക്കാത്തവന് വാർദ്ധക്യത്തിലൊന്നും ആവാനാവില്ല എന്നാണ്. അത് വലിയൊരു ശ്രദ്ധേയമായ ചിന്തയാണത്. ഇനി പലപ്പോഴും യുവാക്കൾക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള നവോത്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അവർക്ക് ഇസ്ലാഹ്, ഈ ഒരു റെനേസൻസ് നടത്താൻ കഴിയാതെ പോകുന്നത് അവിടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പലപ്പോഴും അവരെ ചീത്തയിലേക്ക് നയിക്കുന്നതായിരിക്കും. നിർമ്മാണാത്മകമായ കാര്യങ്ങൾ ആലോചിക്കാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും ഒക്കെ കൂടെ ഉണ്ടാവേണ്ട കൂട്ടുകാർ അവരെ MDMA-ലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും സംഹാരാത്മകമായ എന്തെങ്കിലും നശിപ്പിക്കാൻ പാകത്തിലുള്ള, പലപ്പോഴും നമ്മൾ സമരങ്ങളൊക്കെ പറയുന്നല്ലോ, പലപ്പോഴും സമരം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ധർണ, പിക്കറ്റിംഗ്, സമരം എന്നൊക്കെ പറയുമ്പോഴേക്കും പൊതുമുതൽ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ നിലക്ക് നിലവിലുള്ള ഭരണകൂടങ്ങൾക്കെതിരെ നാശത്തിൻ്റെയോ സംഹാരാത്മകതയുടെയോ ഒക്കെ പ്രയോഗങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു പ്രായം, ബസ്സിന് കല്ലെറിയുക, അല്ലെങ്കിൽ ടയർ കത്തിക്കുക, അല്ലെങ്കിൽ പൊതുമുതൽ KSRTC നശിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പൊതുമുതൽ നശിപ്പിക്കുക
നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും. പക്ഷേ യഥാർത്ഥത്തിൽ ധർമ്മസമരം എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രായത്തിൽ ചെയ്യാൻ പലപ്പോഴും തോന്നുന്നതാണ്. പക്ഷെ അത് തോന്നുന്നത് എങ്ങനെയാണെന്നറിയോ? അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നാണ്. നല്ല ഒരാളുടെ ദീൻ, മതം എന്ന് പറഞ്ഞാൽ അയാളുടെ സുഹൃത്തിൻ്റെ, ആരാണോ തൻ്റെ ഫ്രണ്ട്സ്, ആരൊക്കെയാണ് തൻ്റെ ഫ്രണ്ട്സ്, അവരാണ് തൻ്റെ മതം തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളെപ്പോഴും യുഹ്ശറുന്നാസു അലാ മൻ യുഖാലിൽ, നിങ്ങൾ ആരുമായിട്ടാണോ കൂട്ടുകൂടിയത് പരലോകത്ത് അവരുടെ കൂടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോൾ ഈ യുവാക്കൾ തൻ്റെ ഫ്രണ്ട്ഷിപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ നിലക്കുള്ള ചില ക്രൈറ്റീരിയകൾ കൂടെ വെക്കണം എന്നതും ഗൗരവതരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ OICയിലെ യുവജന സ്ഥിതി റിപ്പോർട്ട് പ്രകാരം പറയുന്നത്, പോസിറ്റീവായ സുഹൃത്തുക്കളാൽ ചുറ്റപ്പെട്ട യുവാക്കൾ 25% വഴിതെറ്റാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആധുനികമായ ചലഞ്ചസുകൾ ഫേസ് ചെയ്യുന്ന സ്ഥലത്ത് ഡിജിറ്റൽ ഇസ്ലാമും മുസ്ലിം മില്ലേനിയകളും MDPA എന്ന് പറയുന്നൊരു പഠനമുണ്ട്. അതിൽ പറയണത് 55% മുസ്ലിം യുവാക്കൾ ഇൻ്റർനെറ്റ് ഇസ്ലാമിക മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എത്ര വലിയ സന്തോഷകരമായ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇസ്ലാമിക പ്രഭാഷകനായ ഒരു അമ്രു ഖാലിദ് ഉണ്ട്, അദ്ദേഹം ഈജിപ്ഷ്യൻ ശ്രദ്ധേയനായ പ്രഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഷബാബു ഹും വഖൂദു തഗയീർ എന്നാണ്. സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്, പക്ഷെ ആ മാറ്റങ്ങൾക്കൊരു ഇന്ധനമാണല്ലോ. അപ്പൊ ഈ മാറ്റങ്ങളുടെ ഇന്ധനമാണ് യുവാക്കൾ എന്ന് പറഞ്ഞു. ഫൈദ ഉശ്അലത് ഫീഹിം ജദ്വത്തുൽ ഈമാൻ അല്ലാഹു വൽ ആലം എന്നാണ്. അവരുടെ ആ വിശ്വാസത്തിന്റെ തീപ്പൊരി ജ്വലിപ്പിക്കപ്പെട്ടാൽ അവർ ലോകത്തെ പ്രകാശിപ്പിക്കുമെന്നാണ്. നമ്മുടെ യൗവനം അങ്ങനെയാണോ? നോക്കൂ നിങ്ങൾ, ഗവേഷകനായ ഗാരി ബോണ്ട് #ഇസ്ലാം എന്ന് 2018 എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ മുസ്ലിം യുവാക്കളെ സാങ്കേതിക വിദ്യയിലൂടെ തങ്ങളുടെ ഉയർച്ചയും തങ്ങളുടെ ഐഡന്റിറ്റി പുനർനിർമ്മിക്കുന്നു. അവർ വെറും ഒരു റിസീവിങ് എൻഡ് എന്നതിനപ്പുറത്ത് അവരിലൊരു വലിയ സർഗാത്മകത കൂടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. 2 കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാം. നോക്കൂ നിങ്ങൾ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം യൗവനത്തിൻ്റെ തീക്ഷ്ണതയിൽ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വാധീനിക്കാൻ സുലൈഖ അവരെ സ്വാധീനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വർത്താനമുണ്ട്. അതെന്താണെന്നറിയോ? ഖാല മഅദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നു. ആ വലിയ തെറ്റ്, എല്ലാ സമൃദ്ധമായ തൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ സ്വപ്നം പോലെ ആഗ്രഹിക്കാവുന്നൊരു സുഖത്തിലേക്ക് തനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആ നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന വർത്താനം, ഞാൻ അള്ളാഹിനെ ഭയപ്പെടുന്നു. ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. എൻ്റെ അഭയകേന്ദ്രം അല്ലെങ്കിൽ എൻ്റെ താമസ കേന്ദ്രം എനിക്ക് ഏറ്റവും നന്നാക്കുന്നവൻ പടച്ചവനാണ്, അതിക്രമികളായ ആളുകൾ അത് വിജയിപ്പിക്കൂല അല്ലെങ്കിൽ വിജയിക്കുകയില്ല എന്ന്. അങ്ങനെ പറയാൻ, അതായത് തിന്മയുടെ വഴിയിലേക്ക് പോകുമ്പോൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുക എന്നതും ഈ നവോത്ഥാനത്തിൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ ഒരു തലം കൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യക്തിപരമായിട്ട് നമ്മൾ തിന്മയിലേക്ക് പോകാതെ മാറി നിൽക്കുമ്പോൾ നമ്മളെന്ന വ്യക്തി മാത്രമല്ല അവിടെ ശരിയാകുന്നത്, വ്യക്തിയും കുടുംബവും സമൂഹവും നാടും അതിൻ്റെ ആ നന്മയിൽ ഭാഗവാക്കാകും. തിരിച്ചും അങ്ങനെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ആ ആരാധ്യ ദൈവങ്ങൾ മുഴുവനും ആ വലിയ ലോകത്തെ ഏറ്റവും വലിയ അതിക്രമമാകുന്ന ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയ ആളുകളെ വളരെ തന്ത്രപൂർവ്വം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അദ്ദേഹമാണ് ചെയ്തത് എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും അവർ പറഞ്ഞൊരു വർത്താനുണ്ട്. ഖാലു സമിഅനാ ഫത്തൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഞങ്ങൾക്ക് ഉറപ്പാണ് ഇങ്ങനൊരു ചെറുപ്പക്കാരനായ ഇബ്രാഹിം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ എന്ന്. പ്രിയപ്പെട്ടവരെ, യുവാക്കൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയും ആഗ്രഹമുള്ളവരാണ്. മാറ്റത്തിൻ്റെയും പുരോഗതിയുടെയും പ്രക്രിയക്ക് അവരിൽ പരിധികളൊന്നും ഉണ്ടാവില്ല. ലോകത്ത് നിങ്ങൾ എടുത്തു നോക്കിയാലൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കും. യുവാക്കൾ മാറ്റത്തെ സ്വീകരിക്കാൻ എപ്പോഴും അവർ വില്ലിങ്ങാണ്. ചിന്തയിലും പ്രവർത്തനത്തിലും ഉത്സാഹവും ഊർജവും ആസ്വദിക്കുന്നവരാണ് അവർ. ചെയ്യുന്നതിൽ ബോധവാനും ഉറച്ച വിശ്വാസവും ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷന് ലിമിറ്റ്ലെസ് ആയിട്ട് നൽകുമെന്നുള്ളതാണ്. യുവാക്കൾ സമൂഹത്തിൽ ഒരു
ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമെന്നുള്ള നിലയിൽ ശക്തമായ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിബിംബം, ഒരു റെപ്രസെൻ്റ് കൂടെയാണ് അവർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അനീതിയെ വെറുക്കുകയും കീഴടങ്ങാൻ വിസമ്മതിക്കുകയും അടിമത്തവും അതുപോലെ തന്നെ സമാനമായ രൂപത്തിലുള്ള അന്ധമായ അനുസരണവും നിരസിക്കുകയും ചെയ്യുന്നവരാണ് എന്നും യുവാക്കൾ അങ്ങനെ ആവുകയും ചെയ്യണം. അങ്ങനെ ഒരു നിർമ്മാണാത്മകമായ നവോത്ഥാനത്തിൻ്റെ നേരുള്ള നിറയുള്ള ഉത്തരവാദിത്ത ബോധമുള്ള നല്ല യുവാക്കൾ ആയി മാറുവാൻ വേണ്ടി അള്ളാഹു നമ്മുടെ യുവാക്കൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകലമായ പാപങ്ങളും നാഥ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد.